അഡ്വക്കേറ്റ് വസന്ത്, CPM-നകത്തെ തൊഴുത്തിൽ കുത്ത് അന്തഛിദ്രങ്ങൾ അതാണോ ഇപ്പോൾ ഒരു കത്തിൻ്റെ രൂപത്തിൽ പുറത്ത് വന്നിരിക്കുന്നത്? നോക്കൂ, ഈ രാജേഷ് കൃഷ്ണ തിരുവനന്തപുരത്ത് പാർട്ടി ചാനലിലെ ഒരു ജീവനക്കാരൻ ആയിരുന്നു. റിപ്പോർട്ടറാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. 2016 UK-ൽ ഈ ബെറ്റ് സ്പേസ് ഷെയർ ചെയ്ത രാജേഷ് കൃഷ്ണ പെട്ടെന്ന് ധനികനാകുന്നു. മാത്രമല്ല, ഉന്നതങ്ങളിലുള്ളവരുമായിട്ടുള്ള ബന്ധം. ഏത് CPM നേതാവ് അതുപോലെ മന്ത്രി UK സന്ദർശിച്ചാലും രാജേഷ് കൃഷ്ണയാണ് അവരെ സ്വീകരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും UK-ൽ പോയപ്പോൾ താമസിച്ചത് രാജേഷ് കൃഷ്ണയുടെ വീട്ടിലാണ്. അത്രമാത്രം പിടിപാടുള്ള ഒരു കക്ഷിയായി രാജേഷ് കൃഷ്ണ മാറണമെങ്കിൽ എന്തായാലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാമല്ലോ. മന്ത്രിമാരുടെയും അതുപോലെ പാർട്ടി നേതാക്കന്മാരുടെയും ബിനാമി തന്നെയാണ് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്നത് അതിശയോക്തപരമാവോ? ഒരിക്കലുമില്ല എന്ന് മാത്രമല്ല, ഒന്നാം പിണറായി ഗവൺമെന്റ് ആരംഭിക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസിനോട് നടത്തുന്ന ഒരു പ്രസംഗത്തിൽ സഹാവ് പിണറായി വിജയൻ പറഞ്ഞത്, ഇനി അവതാരങ്ങളെ സൂക്ഷിക്കണം, എന്റെ പേരിൽ ഏത് അവതാരം വന്നാലും അത് അന്ത്യപ്രവാചകനായി കൂട്ടണ്ട, അത് അന്ത്യക്രിസ്തുവാണ്, അതുകൊണ്ട് തല്ലി ഓടിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റുകളുടെ കാര്യത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? അവതാരങ്ങളുടെ അഞ്ചെട്ട് കളിയാണ്. ഇപ്പൊ രാജേഷ് കൃഷ്ണ വരെ എത്തി നിൽക്കുന്ന അവതാരങ്ങളുടെ ഒരു അഞ്ചെട്ട് കളി നോക്കൂ. CPM-വുമായി സംബന്ധിച്ച് ഇപ്പോ നേരത്തെ BJP വക്താവ് പ്രിയപ്പെട്ട ശിവശങ്കർ പറഞ്ഞതുപോലെ മസാല ബോണ്ടിൽ വലിയ അഴിമതിയുണ്ട്. എന്താണ് മസാല ബോണ്ട്? ആദ്യം ഇവർ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിക്കാൻ പോയി. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, ഒന്നാമത്തെ മണിയടിയിൽ ആരും വന്നില്ല, അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ തവണ ഇവർ പോയി മണിയടിക്കുന്നു. രണ്ടാമത്തെ തവണ മണിയടിക്കുമ്പോൾ ഇവർ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് ഇവർ നേരത്തെ പറഞ്ഞു വെച്ച ലാബിലിൻ സബ്സ്ക്രൈബ് ചെയ്യുന്നു. ലാബിലിൻ പറയുന്നു, ഞങ്ങൾ ഇത് എടുത്തേക്കാം, ഞങ്ങൾ പണം നൽകാം. ഏതാണ് ലാബിലിൻ എന്ന് അങ്ങേക്ക് അറിയാമല്ലോ അല്ലെ? ലോക ചരിത്രത്തിൽ പദ്ധതി വിഹിതത്തിന്റെ 100% ഫണ്ടും അടിച്ചു മാറ്റി എന്നൊരു അഴിമതി ആരോപണം വേറെ ഒരു കേസിലുമില്ല. 100% അടിച്ചു മാറ്റി എന്നാണ് ലോക ചരിത്രത്തിലെ ഒരു ഭരണാധിപന്റെ കാലത്തും അങ്ങനെ ഒരു അഴിമതി ആരോപണമില്ല. അത് കേരളത്തിന് അവകാശപ്പെട്ടതാണ്. അത് നമ്പർ 1 കേരളയുടെ ഭാഗമാണ്. അതിൽ നടത്തിയിരിക്കുന്നത് പിണറായി വിജയനാണ്. ആ ലാബിലിൻ ഈ പണം കൊടുക്കാമെന്ന് വെക്കുന്നു. അങ്ങനെ 9.7% ഇവർ പണം എടുക്കുന്നു. അത് ആര്? സാമ്പത്തിക ശാസ്ത്രജ്ഞനായ, സാമ്പത്തിക വിഷയങ്ങളിൽ വലിയ അവധാനതയുള്ള ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ളവർ ആ പണം എടുക്കുന്നു. അങ്ങനെ 9.7 ആ പണം കൈപ്പറ്റിക്കൊണ്ട് അവർ കൊണ്ടുവന്ന് കേരളത്തിൽ വലിയ വികസനം നടത്താൻ പോകുന്നു എന്നാണ് നമ്മളെ പറഞ്ഞു പറ്റിച്ചത്. എന്നാൽ എന്താണ് ഉണ്ടായെന്ന് അറിയാമോ? കേരള ബാങ്ക് അടക്കമുള്ളിടത്ത് കൊണ്ടുവന്ന് 6.3 ഇവർ FD ഇട്ടു ആ പണം. അതായത് ഒരുപക്ഷെ മസാല ബോണ്ടുമായി ഇവർ പോയില്ലായിരുന്നെങ്കിൽ, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണി അടിച്ചില്ലായിരുന്നെങ്കിൽ, ഈ ഒരു ഇൻട്രസ്റ്റ് ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് ഏതാണ്ട് 3.4% ഇൻട്രസ്റ്റ് ഗ്യാപ്പ്, കോടികൾ വരും കേട്ടോ പ്രതിവർഷത്തിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ഗ്യാപ്പ് സംസ്ഥാന പൊതുഖജനാവിന് ഉണ്ടാകുമായിരുന്നില്ല. അതിന്റെ അർത്ഥം ഒരാവശ്യവും ഖജനാവിനുണ്ടായതില്ലാതിരുന്ന സമയത്തും യാതൊരുവിധ അവധാനതയുമില്ലാതെ യാതൊരുവിധ ബോധ്യവുമില്ലാതെ അവർ ഈ പണിയുമായി ഇറങ്ങി പുറപ്പെട്ടത്. ഈ ഇൻട്രസ്റ്റ് ഗ്യാപ്പിലെ കമ്മീഷൻ CPM നേതാക്കൾക്ക് കിട്ടും, കൃത്യമായി കൊടുക്കാമെന്ന് ലാബിലിൻ പറഞ്ഞത് കൊണ്ടാണ് എന്ന് നമുക്കിപ്പോ മനസ്സിലാവുകയാണ്. അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നോക്കൂ തോമസ് ഐസക്, ഞാൻ മുമ്പ് ജനത്തിന്റെ ചർച്ചയിലും ഈ എന്താണ് നമ്മൾ ബഡ്ജറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ വരുമ്പോൾ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ഓർത്തത്, ഇതാ കയറുപിരി ശാസ്ത്രത്തിലൊക്കെ വലിയ ബുദ്ധിയുള്ള, വലിയ അഗ്രഗണ്യനായ, ആലപ്പുഴയിലെ ചകിരി വ്യവസായത്തിലൊക്കെ വലിയ സംഭാവന ചെയ്തിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനായ തോമസ് ഐസക് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങ് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? പാർട്ടി സഖാക്കൾ ചിന്തിച്ചു കാണില്ലേ? ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ആ മണ്ടത്തരം കാണിച്ചത്. അത് മണ്ടത്തരമല്ല, അത് കുറുക്കന്റെ ബുദ്ധിയാണ്. നോക്കൂ, ലാബിനിൽ നിന്ന് ഈ ഇൻട്രസ്റ്റ് ഗ്യാപ്പിന്റെ കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ട് ഐസക് അടക്കമുള്ളവർ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവാൻ സാധിക്കുന്നത്. 2, പാർട്ടി സെക്രട്ടറി ഇന്നെന്താണ് പറഞ്ഞത്? ഇത് അസംബന്ധമാണ് എന്നാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കത്ത് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയണം.
ഇല്ലെങ്കിൽ പറയേണ്ടത് സാധാരണ പറയുന്നത് പോലെ കത്ത് കിട്ടി, ആ കത്തിന്റെ തീവ്രത അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രീമതി കമ്മീഷനെ വെച്ചു. ശ്രീമതി കമ്മീഷൻ അന്വേഷിച്ചപ്പോൾ ഈ തീവ്രത വളരെ കുറവാണ് എന്ന് കണ്ട് ഈ കത്ത് നമ്മൾ തള്ളിക്കളഞ്ഞു എന്ന് പറയണം. അതും പറഞ്ഞില്ല. 3, രാജേഷ് കൃഷ്ണയെ അറിയില്ല എന്ന് പറയണം. ഇനി അറിയാം എന്ന് സമ്മതിച്ചാൽ ചെന്നാൽ അദ്ദേഹം ഇടയ്ക്ക് വന്ന് സെൽഫി എടുത്തു പോകുന്ന ഒരാളാണ്, ഒരു സെൽഫി പ്രാന്തനാണ് എന്ന് പറഞ്ഞ് കൈ കഴുകണ്ടേ. ഇതൊന്നും പറയാതെ ഈ വാർത്തയെ അസംബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും ക്ലോസ് ചെയ്യാൻ, പൂർണ്ണമായും തള്ളിക്കളയാൻ ഇവർ ശ്രമിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അനിൽ നമ്പ്യാർ, വലിയൊരു രസമുണ്ട് കേട്ടോ. ഇവർ ഈ ബിനാമി കമ്പനി, ആ ബിനാമി കമ്പനിയുടെ പേരെന്താണെന്ന് അറിയാമോ? കിങ്ഡം. എന്താണ് കിങ്ഡത്തിന്റെ മലയാള അർത്ഥം? എന്റെ അറിവിൽ അതിന്റെ അർത്ഥം സാമ്രാജ്യം എന്നുള്ളതാണ്. കിങ്ഡം അതായത് സാമ്രാജ്യത്വത്തിനെതിരെ എല്ലാ കാലത്തും പടപൊരുതുന്നു എന്ന് കവലകളിൽ മുഴുവൻ നിന്ന് പ്രഘോഷിക്കുന്ന CPM, ഞങ്ങൾ സാമ്രാജ്യത്വത്തിനെതിരാണ്, ഞങ്ങൾ വലതുപക്ഷ സാമ്രാജ്യത്വ ഭീകര ശക്തികൾക്കെതിരാണ് എന്ന് എല്ലാ കാലത്തും പത്രങ്ങളിലും പുസ്തകങ്ങളിലും എഴുതി പിടിപ്പിക്കുന്ന CPM അവരുടെ ഫണ്ട് കൊണ്ടുപോയി ഇടാൻ ഉണ്ടാക്കിയ ബിനാമി കമ്പനിയുടെ പേര് സാമ്രാജ്യത്വം എന്നാണ്, കിങ്ഡം എന്നാണ്. നാണമാവില്ല ഈ കൂട്ടർക്ക്? നമ്മളോടൊന്നും വിശദീകരിക്കണം. ഒരു മിനിറ്റ്, കത്തുമായി ബന്ധപ്പെട്ട് അനിൽ നമ്പ്യാരിനോടോ ശിവശങ്കറിനോടോ അഡ്വക്കേറ്റ് വസന്തിനോടോ ഒന്നും പറയണ്ട. പാർട്ടി മെമ്പർമാരോട് പറയണ്ടേ, നമുക്ക് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിരുന്നു, ആ കത്ത് നമ്മൾ ഇങ്ങനെ പരിശോധിച്ചിരുന്നു, അതിൽ ഇന്ന വസ്തുതകളുണ്ട്, ഇന്ന വസ്തുത വിരുദ്ധതയുണ്ട്, അത് നമ്മൾ തള്ളിക്കളഞ്ഞു ഇല്ലെങ്കിൽ ഉൾക്കൊണ്ടു എന്ന് പറയണ്ടേ. 2021 ശേഷം എത്ര പാർട്ടി കമ്മിറ്റികൾ നടന്നു, എത്ര പാർട്ടി സമ്മേളനങ്ങൾ നടന്നു? എവിടെയെങ്കിലും ഈ കത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഈ കത്ത് ഇവർ പൂഴ്ത്തുകയാണ് ചെയ്തത്. ആ പൂഴ്ത്തിയത് സാധാരണ മറ്റേ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ അപ്പനും അപ്പന്റെ മകളും മകളുടെ മകളും ഒക്കെ ചേർന്നുള്ള ഒരു ട്രസ്റ്റായ CPM കുടുംബ വ്യവസായത്തിന്റെ കഥകൾ, പിന്നണി കഥകൾ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി ഇവർ മറച്ചു വെച്ചു എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത്.